പറക്കല്ലേ പറക്കല്ലേ പോകല്ലേ 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 മക്കളെ പോകല്ലേടാ 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 വിടറ 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 അച്ഛ കിട്ടി കിട്ടിയേ. അടുത്ത ലാസ്റ്റ് വൺ വരൂ വരൂ. ഇത് എല്ലാരും പോയി, കൂട്ടുകാരെല്ലാം പോയി പോയി പോയി. നിനക്ക് എങ്ങോട്ടാ പോണ്ടേ ഇപ്പൊ? വവ്വല്ലേ മണ്ണിട വായോ 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 വായോ. ഇത് ഇത്രേ ഉള്ളു കേട്ടോ. പോട്ടെ പോട്ടെ പോട്ടെ. ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കർത്തവ്യ ബോധമുണ്ടല്ലോ, അതങ്ങ് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ പരിക്കേറ്റ കുഞ്ഞിന് കുറച്ച് മരുന്നൊക്കെ ഇട്ട് കൊടുത്തു. ബാക്കിയുള്ള കിളികളെ കൊത്തി പരിക്കേൽപ്പിച്ചതാ. നമ്മുടെ മുൻവശത്തെ മുറ്റത്തെ കോണിൽ ജാതിയുടെയും മാവിൻ്റെയും ഒക്കെ തണലേറ്റ് നമ്മുടെ കുഞ്ഞി കിളിക്കൂട് അവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നു. മീനുണ്ട്, കോഴിയുണ്ട്, പട്ടിയുണ്ട്. പക്ഷെ കിളി മാത്രമില്ല. കിളിയെ വളർത്തണമെങ്കിൽ കിളിക്കൂട് വേണം. അതിനായിട്ടുള്ള സാധനം നമ്മുടെ ഇവിടുന്ന് തന്നെ സ്വരൂപിച്ചു. പണ്ടത്തെ ഫിഷ് ടാങ്കിൻ്റെ മുകളിലെ മീനുകളെ കിളി കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി വെച്ചിരുന്ന 2 റിങ്ങാണിത്. പല പ്രാവശ്യം ഇത് ആക്രിക്ക് കൊടുക്കാനായിട്ട് എടുത്തു. പക്ഷെ കൊടുക്കാഞ്ഞത് ഭാഗ്യമായി. ഇപ്പം നമുക്ക് കിളിക്കൂടിലുള്ള സാധനമായേ. 2 റിങ്ങുകളുമേ ഒന്നിനു മുകളിൽ ഒന്ന് വെച്ച് അങ്ങ് വെൽഡ് ചെയ്തു. അപ്പോൾ ഇതേ നല്ലൊരു സർക്കിൾ ഷേപ്ഡ് വെർട്ടിക്കൽ കിളിക്കൂട് റെഡി ആയിക്കഴിഞ്ഞു. കിളിക്കൂട് മൂടാനായിട്ടുള്ള അടപ്പിന് വേണ്ടി വേറെ എങ്ങും തിരയേണ്ട വന്നില്ല. അന്നത്തെ പഴയ അടപ്പ് തന്നെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷേ കുറേയേറെ നാളിത് ഉപയോഗിക്കാതിരുന്നുകൊണ്ട് ചെറിയ കോട്ടവും വാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പയ്യൻസേ അതിൻ്റെ മുകളിൽ കയറി അമങ്ങിയങ്ങിരുന്നു. എല്ലാം പൊസിഷനിലുമായി, താഴെ വെൽഡിങ്ങും ചെയ്തു. പിന്നെ കറുത്ത പ്രൈമർ അടിച്ച് അങ്ങ് കുട്ടപ്പനാക്കി. പിന്നെ നമ്മുടെ മെഷ് കട്ട് ചെയ്ത് താഴെ മുകളിലും നല്ല 2 ഉഗ്രൻ ഡോറുകളും ചെയ്തു. മഴ പെയ്യുമ്പോഴേ നനയാതിരിക്കാനായിട്ട് പോളികാർബണേറ്റ് ഷീറ്റ് കൊടുത്ത് റൂഫിങ്ങും ചെയ്തു. കിളിക്കൂടിൻ്റെ ഷേപ്പിനനുസരിച്ചുള്ള റൂഫിങ്ങാണ് നമ്മൾ കൊടുത്തത്. സർക്കിളായിട്ട് തന്നെയുള്ള റൂഫ് കൊടുത്തു. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവരെ നാട്ടി നിർത്താനായിട്ട് 3 കാലുകളും ഫിക്സ് ചെയ്തു. പണി തീർന്നപ്പോഴത്തേക്കുവേ നേരെ വിരട്ടി. കാരണം അവർ തുടങ്ങിയത് ലേറ്റായിട്ടായിരുന്നു. കൊള്ളാമോ നോക്കിയേ. ഇനാഗുറേഷൻ ജോ ബാ കേറടാ കേറടാ. അപ്പൊ ജോയ്ക്ക് പുതിയ കൂട്. ഹായ് അമ്മയുടെ കൊച്ചെന്തിയെ. 1 by 1 ആയിട്ടേ കിളികൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. ആദ്യമേ തന്നെ കലം വെച്ചു. പിന്നെന്തേ ലൈവായിട്ടുള്ള പനിക്കൂർക്കല ചെടി വെച്ചു. പല കവലകളുള്ള ഒരു കമ്പൂടെ ആ ചെടിക്കകത്തോട്ട് കുത്തിക്കൊടുത്തു. അവരുടെ വിശ്രമവേളകളിലെ അവർക്ക് വന്നിരിക്കാനായിട്ട് കൂടിൻ്റെ അങ്ങ് തൊട്ട് ഇങ്ങ് വരെ നല്ല 1-2 കമ്പുകളും കൂടെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തു. അവർക്കേ ഒന്നിനും ഒരു കുറവ് വരരുത്. ഒരു ഊഞ്ഞാൽ കൂടെ കെട്ടിക്കൊടുത്തു. ഇതൊന്നും റെഡിമെയ്ഡ് അല്ല കേട്ടോ, എല്ലാം കസ്റ്റം മെയ്ഡാണ്, ഹാൻഡ് മെയ്ഡ്. കുടിവെള്ളത്തിനായിട്ടേ പാത്രം നിറച്ച് 2 ഇടത്തായിട്ട് വെള്ളം വെച്ച് കൊടുത്തു. നമ്മുടെ നിലത്തുനിന്നേ ഉറുമ്പും നീറും ഒന്നും കയറാണ്ടിരിക്കാനായിട്ട് 3 കാലിലും ഓരോ പ്ലാസ്റ്റിക് പാത്രം വെച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതേ നമ്മുടെ കിളിക്കൂട്ടിൽ കിളികൾക്ക് തെന ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ആദ്യമേ ഇതിനടിയിൽ ഒരു നെയിലുണ്ട്. ആ നെയിൽ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. ഇതൊരു സ്റ്റാർ നെയിലാണ്. ഇതിൻ്റെ എൻ്റെ സ്റ്റാറാണ്. ഇതിങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്. പ്ലേറ്റിൻ്റെ നടുക്ക് നല്ലൊരു ഹോളും ഉണ്ട്. ഈ ഒരു ആണി വെച്ചേ നമ്മുടെ ഈ പ്ലേറ്റും ഗ്ലാസ് ബോട്ടിലും കൂടെ കണക്ട് ചെയ്യണം. ഇനി ഇതിൻ്റെ ഇവിടെ ഒരു ഹോളുണ്ട്. യെസ്, അങ്ങനെ നമ്മളിത് ഫിക്സ് ചെയ്തു. ഇനി
ഇത് തുറന്നിട്ട് ഇതുവഴി തന്നെ ഇടണം. സോ ഇതിൻ്റെ കവർ എടുക്കുക, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. ഈ ഗ്ലാസ് ബോട്ടിലേ ഒരുവിധം വലുത് തന്നെയാണ് കേട്ടോ. ഏതാണ്ട് 1/2 കിലോയോളം തെന ഇതിനകത്ത് കൊള്ളും. കുറേയേറെ നാളത്തേക്കുള്ള തെന ഒറ്റയടിക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. വേസ്റ്റേജേ ഇല്ല. താഴേന്ന് എടുത്താലേ മുകളിൽ നിന്ന് വരുള്ളൂ. സോ ഇതാണ് നമ്മുടെ സാധനം. കിളികൾക്ക് ഇവിടെ വന്നിരുന്ന് തെന കൊത്തി കൊത്തി തിന്നാം. നമ്മുടെ ഈ തെനപ്പാത്രത്തിൻ്റെ ഹാൻഡിലിൽ ഒരു വള്ളി കെട്ടിയിട്ട് നമ്മുടെ കിളിക്കൂടിൻ്റെ അകത്ത് ഇതിനെ ഹാങ് ചെയ്തിട്ടു. കൂടിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഫൈനലി നമ്മുടെ കിളികളും എത്തി. ഇവരെ ഇനി പുത്തൻ കൂട്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആഹാ, ഇതാ പരിപാടി. കൈക്കിട്ടേ കടി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് ഞാൻ അവരെ പിടിച്ചത്. വേണ്ട, എനിക്കിട്ട് കൊത്തുന്നു. അടക്ക് കിട്ടി കിട്ടി. പറക്കല്ലേ പറക്കല്ലേ, പോകല്ലേ പോവല്ലേ പോവല്ലേ മക്കളെ, പോകല്ലേടാ പോകല്ലേടാ പോകല്ലേടാ, വിടറ വിടറ വിടറ. കിട്ടിയേ. അടുത്ത ലാസ്റ്റ് വൺ. വരൂ വരൂ, ഇത് എല്ലാരും പോയി, കൂട്ടുകാരെല്ലാം പോയി പോയി പോയി. നിനക്ക് എങ്ങോട്ടാ പോണ്ടേ ഇപ്പൊ? ചാർലിയേ ബായോ. വവ്വല്ലേ മണിട, വായോ 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 വായോ. അയ്യോ, ഇത് ഇത്രേ ഉള്ളു കേട്ടോ. പോട്ടെ പോട്ടെ പോട്ടെ. അങ്ങനെ പരിക്കേറ്റ ആ കിളിക്കുഞ്ഞിൻ്റെ തലയിൽ മഞ്ഞളൊക്കെ ഞങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. സോ ഫൈനലി അവരെ കൊണ്ടുവന്ന് കൂടൊക്കെ എംപ്റ്റി ആയി. എല്ലാവരും പുതിയ കൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ജോക്കുട്ടനില്ലാതെ എന്താഘോഷം. എല്ലാവരെയും കാണാനായിട്ട് ഒരു ഹായ് പറയാൻ അവനും എത്തി.